അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ ഈ ചാനലിൽ, അതായത് എൻ്റെ ഉത്തര ലിറ്റിൽ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് മസിൽ പിടിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്ത് ശീലമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പതുക്കെ കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ കുക്കിംഗ് വ്ളോഗായിരുന്നു. അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും കാണണം, എല്ലാ വീഡിയോകളും കാണണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം. ഉത്തര ഉണ്ണി എന്നൊക്കെ പറയുന്ന ഉത്തര ഉണ്ണി റിയാക്ട്സ് എന്ന് പറയുന്ന റിയാക്ഷൻ ചാനലുണ്ട്. അതുപോലെ ഒത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന് പറയുന്ന മറ്റൊരു ഭക്തി സാന്ദ്രമായിട്ടുള്ളൊരു ചാനലുണ്ട്. അങ്ങനെ പൂച്ച സ്നേഹികൾക്ക് വേണ്ടിയിട്ട്, മൃഗസ്നേഹികൾക്ക് വേണ്ടിയിട്ട് മോമോ വാവ എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ഒരുപാട് ചാനലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ പിന്നീട് കൊടുക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ചാനലിൽ. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഓണമൊക്കെ ആയി വരുന്നു. ശരിക്കും ഈ വർഷത്തെ ഓണത്തെ പറ്റിയിട്ട് കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഭാഗത്ത് എന്താ പറയുന്നത്, മഴക്കെടുതി, വെള്ളക്കെട്ട്, പ്രളയം പോലുള്ള സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ എന്തോണമല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗിഫ്റ്റ് ഇതെനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ എനിക്ക് സ്നേഹത്തോടെ മേടിച്ചു തന്നതാണ്. ഇത് മാത്രമല്ല, കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് ഇത്രയും വളകൾ എനിക്ക് മകൾ വാങ്ങിച്ചു തന്നതാണ്. അവൾക്കറിയാം എനിക്ക് ഈ കുപ്പിവളകൾ ഭയങ്കര ഇഷ്ടമാണ്. കൈ നിറയെ ഇടാനാണ് ഇഷ്ടം കുപ്പിവളകൾ. അപ്പോൾ വേറെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കുപ്പിവളകൾ. പക്ഷേ അവൾ കൊണ്ടുവന്ന ഈ ഒരു വളയെന്ന് പറഞ്ഞാൽ കണ്ടാലറിയാം, കുറച്ച് ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ശരിക്കും എനിക്ക് ഇടാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല. അവസാനം ഇവളെന്ന് പറഞ്ഞാൽ ഇത് 1 2 3 4 5 6 7 ഇത്രയും മേടിച്ചിട്ടുണ്ട്. ഇത്രയും, പിന്നെ എൻ്റെ കൈ കിടക്കുന്നതും ഇത്രയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവളെന്ത് ചെയ്തെന്നോ, കടയിൽ ചെന്നിട്ട് മാറ്റി കുറച്ച് വലിയ സൈസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി അത് തിരിച്ചെടുക്കത്തില്ല, ഫാൻസി അങ്ങനെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു മോളിട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് വേണ്ട, കാരണം അവളുടെ കയ്യിൽ ഇത് കുറച്ച് ലൂസുമാണ്, അവൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നു, രാവിലെ എടുത്തിട്ട് കുറച്ച് എണ്ണയൊക്കെ കയ്യിലങ്ങോട്ട് കൊലുകൊലുക ഒഴിച്ചു. ഈ വളയുടെ ഉള്ളിലേക്ക് കൂടി കുറച്ചധികം എണ്ണ ഒഴിച്ചു. അതിനുശേഷം കൈകളിൽ ദൈവത്തിന് മനസ്സ് വിചാരിച്ചങ്ങ് ഇട്ടു. അപ്പോൾ എന്തായാലും കയ്യിൽ അത് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മകൾ എനിക്ക് ഓണത്തിന് തന്ന ഗിഫ്റ്റ്. ഇതിൻ്റെ കൂടെ തന്നെ സ്നേഹത്തോടു കൂടി ഒരു ഉമ്മ തന്നു. അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ മറ്റൊരു ഗിഫ്റ്റ് കൂടി മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ മേടിച്ചതാണ്, എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് മേടിച്ചൊരു ഗിഫ്റ്റാണ്. അത് നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ ഗിഫ്റ്റ്. അപ്പോൾ ഈ ഗിഫ്റ്റ് നിങ്ങളെ തുറന്ന് കാണിക്കാവേ. ഇത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയെ കാണിച്ചില്ല ഇതുവരെ. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, വില വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു 400 രൂപയ്ക്കകത്തിട്ടേ ആയിട്ടുള്ളൂ. അത് പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടാണ്. അതേസമയം ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ എമൗണ്ട് കൂടും, നല്ല തുകയാവും. ഒരു 500 രൂപയ്ക്ക് മുകളിൽ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് പൊട്ടിച്ച് വരാം. അതേ ബ്ലേഡ് വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. ഇങ്ങനെ ബ്ലേഡ് വെച്ച് പൊട്ടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാരിയിൽ കൊള്ളരുത്. സാരിയിൽ കൊണ്ടാൽ പണി കിട്ടും.
വാ, കിട്ടില്ല, നല്ല കിടില സാരിയില്ലേ, സൂപ്പറായിട്ടില്ലേ, നല്ല കിടില സാരി ആയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എൻ്റെ അമ്മ ഇങ്ങനത്തെ സാരി ഉടുക്കുമെന്ന്. അമ്മ ഉടുക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അമ്മ കോട്ടൺ സാരികൾ ഉടുക്കില്ല, പട്ട് സാരി ഉടുക്കില്ല, അതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ തളർന്ന് കിടക്കുന്ന സാരിയാണ് അമ്മയ്ക്ക് ഇഷ്ടം, ഷിഫോണിൻ്റെ സാരി. പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു സാരി ഓണമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ ഭയങ്കര പൈസയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ മേടിച്ചു കൊടുക്കാമെന്ന്. ഞാൻ കൂടുതലും മീഷോയിൽ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. നേരത്തേക്കെന്ന് പറഞ്ഞാൽ കടയിൽ പോയി എടുക്കുമായിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് മീഷോയിൽ നിന്ന് തന്നെ എടുക്കുന്നത്. തുറന്ന് കാണിക്കും. ഒരു സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പബ്ലിഷ് ചെയ്തില്ല എന്ന് തോന്നുന്നു. ചെയ്തായിരുന്നോ? എന്തായാലും അതിനകത്താണെങ്കിൽ പുള്ളിയുള്ളൊരു പിങ്ക് സാരി ഞാൻ ഗൗൺ വയ്ക്കാൻ വേണ്ടി മേടിച്ചതാണ്. അതും ഇതേ കളറായിരുന്നു കേട്ടോ. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏത് കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു കളറും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് എല്ലാ കളറുകളും ഇഷ്ടമാണ്. പക്ഷേ കാണാൻ നല്ല രസം ഉണ്ടാവണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടമായോ? നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാനാണെങ്കിൽ അങ്ങനെ സാരി ഉടുക്കുന്ന ആളല്ല. ഞാനങ്ങനെ സാരി ഉടുക്കാറേ ഇല്ല. സാരി ഉടുക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്പോഴെന്നല്ല, ഞാൻ നേരത്തെ അങ്ങനെ സാരി ഉടുക്കാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും അത്രയും അടുത്ത ബന്ധുക്കളുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും വിവാഹം പോലുള്ള ഫംഗ്ഷൻ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ സാരി ഉടുക്കാറുള്ളൂ. അല്ലാതെ ഞാൻ സാരി ഉടുക്കാറില്ല. എനിക്ക് സാരിയോട് താല്പര്യമില്ല. ഒന്നാമത് തടി കുറച്ച് കൂടുതലാണ്, കുറച്ച് തടി, അത് ഹിപ്പ്, വയറ്. അപ്പോൾ അതുകൊണ്ട് സാരി താല്പര്യമില്ല. നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം, ഇത് വളരെ വില കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓണമൊക്കെ വരികയാണ്, അപ്പോൾ സമയവും നമുക്ക് ലാഭിക്കാൻ പറ്റും. എനിക്ക് ഇതിൻ്റെ കറക്റ്റ് റേറ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അതായത് ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ പല കളറുണ്ട്, പക്ഷേ എനിക്ക് ഈ കളർ വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിനകത്ത് വേറെ പുള്ളിയും പോലും ഒന്നുമില്ല. ഞാൻ നന്നായിട്ട് നിവർത്തി കാണിച്ചു തരാം. പുള്ളിയും വള്ളിയൊന്നുമില്ല. ഇത് വളരെ മനോഹരമാണ്. നിവർത്തി കഴിഞ്ഞായിട്ട് ഞാൻ തന്നെ മടക്കി. അതായത് നമ്മളൊരു കാര്യം ഒരാൾക്ക് കാണിച്ചു തരുമ്പോൾ അവർക്ക് ഉപയോഗപ്പെടണ്ടേ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ വെക്കുന്ന ഭാഗം. ഇങ്ങനെ തന്നെയാണ് ഉള്ളത്, കണ്ടോ. ഇനി ഇതിൻ്റെ ഇങ്ങനെ പോയിട്ട് ഈ മുന്താണി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയും ഇങ്ങനെയാണ് കവർ ചെയ്തിരിക്കുന്നത്. നോക്ക്, കണ്ടോ, കണ്ടോ. എന്നിട്ട് അതുപോലെ ഇങ്ങനെ, ഇത് മൊത്തം ഇങ്ങനെയാണ് കേട്ടോ. ഈ സാരിയുടെ എല്ലാ കോണുകളും ഇങ്ങനെയാണ്. ശരിക്കും വളരെ മനോഹരമായൊരു സാരി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അമ്മയ്ക്ക് വാങ്ങിയതാണ്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇനി അപ്പോൾ എന്താണ് ഈ സാരിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഈ സാരി ഇതിന് മടക്കുന്ന കാര്യം, അത് സാരി പൊട്ടിച്ചത് അതിനേക്കാളും ദുരിതമായി. വലിയ സാരി കേട്ടോ, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. കണ്ടോ, വലിയ സാരിയാണ്. എന്തായാലും ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഈ കളർ ചേരുന്നുണ്ടോ? പക്ഷെ ഞാൻ സാരി ഉടുക്കാറില്ല, അല്ലെങ്കിൽ ഉടുക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഞാൻ ഈ സാരി ഒന്ന് ഉടുക്കണം. പക്ഷെ എനിക്ക് ബ്ലൗസൊന്നുമില്ല സാരി ഉടുക്കാനായിട്ട്. സാരി ഇങ്ങനെ ഉടുക്കാത്തത് കൊണ്ട് എനിക്ക് 3 ബ്ലൗസോ മറ്റോ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് അളവാണോ എന്ന് തന്നെ അറിയില്ല, ഇപ്പം കുറേ കാലമായി മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇനിയും വേറെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഞാൻ മേടിച്ചത് തന്നെ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.